കുട്ടിമണിയൻ 2 ആണ്. 5 ഇഞ്ചാണ് ഇതിൻ്റെ വലിപ്പം. ഇത് നീലാംബരി എന്ന് പറയുന്ന കുരുമുളകാണ്. ഇത് പുതിയൊരു വെറൈറ്റി കുരുമുളകാണ്. ഇതിൻ്റെ പേര് പവിഴമുണ്ടി എന്നാണ്. പെപ്കഫ് ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് വിവിധ തരം കുരുമുളകിനെ പറ്റിയിട്ടാണ്. ലോകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത പുതിയ വെറൈറ്റി കുരുമുളകാണ് നിങ്ങൾക്കിവിടെ കാണിക്കാൻ പോകുന്നത്. വയനാട് ജില്ലയിലെ മുഹമ്മദ് അലി എന്ന കർഷകനാണ് ഈ വ്യത്യസ്തമായ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള കുരുമുളക് ഇനങ്ങളാണ് ഇവിടെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിലുള്ള ഓരോ കുരുമുളകും ചോദിച്ചുകൊണ്ട് ആളുകൾ ഞങ്ങളോട് വിളിച്ച് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഇതിൻ്റെ വള്ളികൾ തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇവിടുന്ന് നമ്മളങ്ങനെ വള്ളികൾ ബുക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന സംവിധാനം നമ്മളായിട്ടില്ല. അത് കുറച്ച് കാലം കഴിഞ്ഞിട്ടേ അതിൻ്റെ ഒരു ഇതിലേക്ക് എത്തുള്ളൂ. നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും നല്ല കുരുമുളക് വള്ളികളാണ് കൊടുക്കുന്നത്. അതിന് പാറ്റൻറ്റ് എടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാം മിക്സഡ് ആയിട്ടുള്ള വള്ളികളാണ് ഇവിടെ ഉള്ളത്. എല്ലാം നല്ല വെയിറ്റുള്ള കുരുമുളക് ഇനങ്ങളാണ്. 1 കിലോ പച്ച ഉണങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 400 മുതൽ 650 ഗ്രാമോളം വരുന്ന കുരുമുളക് ഇനങ്ങൾ ഇവിടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ, അതായത് നിങ്ങളെല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോയിലൂടെ പറയുന്നത്. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിവിടെ വന്നിട്ട് ജൂലൈ മാസമൊക്കെ ആകുമ്പോഴാണ് ഇവിടെ ഏകദേശം വള്ളികളൊക്കെ തയ്യാറാവുക. അത് തന്നെ കൂടുതലായിട്ട് വള്ളികൾ കൊടുക്കുന്നില്ല, കുറച്ച് വള്ളികളെ കൊടുക്കുള്ളൂ. ആ വള്ളികളിൽ നിന്ന് വീണ്ടും കർഷകനോട് ഉണ്ടാക്കിയെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനോട് സഹകരിക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇത് മുന്തിരിമുണ്ടിയാണ്. ഇത് തെക്കൻ പേപ്പർ പോലെ ഉണ്ടാവും, പക്ഷേ തെക്കൻ പേപ്പർ അല്ല അത് കേട്ടോ. മുന്തിരിമുണ്ടിയാണ് സംഭവം. ഇത് മുന്തിരി കൊല പോലെ ഇത് ശരിക്കും മൂപ്പായിട്ടില്ല. ഇത് കറക്റ്റ് മൂപ്പിന് എടുക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് ഉണ്ടാവുക മുന്തിരിമുണ്ടി. ഇത് നല്ല ബോൾട്ടായിട്ടുള്ള മണികൾ, നല്ല ബോൾട്ടായിട്ട് വരുന്ന മണികളാണ് ഇതിനുള്ളത്. തെക്കനൊക്കെ പഴുത്തിട്ടുണ്ട്, പക്ഷേ ഇത് വെയിറ്റ് ഇല്ല തീരെ. ഈ പറയുന്ന വെയിറ്റുകൾ ഇതില്ല. ഇഷ്ടംപോലെ മണികളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെയിറ്റ് ഇല്ല. അതുകൊണ്ടോ ഇത് കാഞ്ചന. ഇത് കാഞ്ചന എന്നുള്ള ഒരു കുരുമുളകാണ്. ഏകദേശം 9 ഇഞ്ച് വരുന്ന കുരുമുളകാണ്. ഇതിൻ്റെ ഇല ഈ ടൈപ്പാണ് കാഞ്ചന. ഇതാണ് PB1. PB1ൻ്റെ ഇല ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. നീണ്ട ടൈപ്പ് ഇല അല്ലേ? നീണ്ട ടൈപ്പ് ഇല. അപ്പോൾ ഇതിന്റെ ഇല നോക്ക്, കാഞ്ചനേൻ്റെ ഇല കുറച്ചും കൂടി വീതിയുള്ള. ഇതാ കാഞ്ചനേൻ്റെ ഇല ഇങ്ങനെ വരും. കാഞ്ചനേൻ്റെ ഇത് PB1. കുട്ടിമണിയൻ 2 ആണ്. 5 ഇഞ്ചാണ് ഇതിൻ്റെ വലിപ്പം. നല്ല ബോൾട്ടാണ്. ഏകദേശം 13 സെൻറ്റിമീറ്റർ. പിന്നെ ഇതിൻ്റെ വെയിറ്റ്, ഉണക്ക കുരുമുളക് നമുക്ക് 1 കിലോ പച്ച ഉണങ്ങി കഴിഞ്ഞാൽ 1/2 കിലോ കിട്ടുന്ന കുരുമുളകാണിത്. ഒരടിയാൻ കുരുമുളക് 27 സെൻറ്റിമീറ്ററോളം വന്നിട്ടുണ്ട്. ഒരടിയാൻ കുരുമുളക്. ഇത് പിന്നെ വാലി എന്നുള്ള കുരുമുളകാണ്. ഇത് ഏകദേശം 1 കിലോ ഉണങ്ങിക്കഴിഞ്ഞാൽ, പച്ച ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 425 ഗ്രാമാണ്. ഇത് വാലി. ഇത് അത്യാവശ്യം ചെറിയൊരു ബോൾട്ട്. ഇതെന്താ പേര്? ഗിരി എന്നുള്ള കുരുമുളക്, അരുണഗിരി. ഇതാ അത്യാവശ്യം ബോൾട്ടായിട്ടുള്ള കുരുമുളകാണ് അല്ലേ? ഇതാണ് നീലാംബരി. പറിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റുള്ള ഞാൻ കയ്യിലും കൂടി പറിച്ചത്. ഇതാണ് നീലാംബരി. ഇത് വേറെ കളറാണ്, ഒരു കിളിപ്പച്ച കളറല്ലേ ഇതിന് വരുന്നത്. ഏകദേശം ഒരു ലൈറ്റ് ഗ്രീൻ പോലെ ഉണ്ട്. മണ്ണുള്ള മണികളാണ് അല്ലേ?
വാലിഫ്ലവറിൻ്റെ പ്രത്യേകത ഇത് 425 ഗ്രാമാണ് 1 കിലോ പച്ചമുളകിച്ചാൽ കിട്ടുക. ഇത് വളരെ ചെലവ് ചുരുങ്ങിയ കൃഷി രീതിയാണ്. ഇത്രയും ടൈറ്റിൽ കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ കുരുമുളകും കാപ്പി ഇത് 20 സെൻറ്റ് സ്ഥലമാണ്. ഇത് വളരെ കുറഞ്ഞ ചെലവിൽ ഒരു കൃഷി രീതിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ വളം മതി, പിന്നെ അടുപ്പിച്ച് കാലുകൾ, പിന്നെ അടുപ്പിച്ച് കാപ്പികൾ. എല്ലാവരും പറയും ഇത്രയും ചെടീൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ടുണ്ട് ഇതേപോലെ വിളവുണ്ടാവില്ലാന്ന്. ഇത് പിന്നെ വിളവല്ലേ, ഇത് കണ്ടോ ഇതാ കുരുമുളകിൻ്റെ വിളവാണ്. ഇതിപ്പോൾ ആകെ 2 വർഷം 3-ാം വർഷത്തിലേക്ക് കടക്കുന്ന കൊടിയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കുറഞ്ഞ ചിലവ് മതി, ഇത്രയും വലിയ പൈസയും മുടക്കിയിട്ട് എല്ലാവരും ചെയ്യുമ്പോൾ ഒരു 4 വർഷമാകുമ്പോൾ എൻ്റെ കൊടി പോയി അല്ലെങ്കിൽ മഞ്ഞളിപ്പ് വന്നു. ഇവിടെ അങ്ങനത്തെ ഒരു കുഴപ്പവും ഇവിടെ വരുന്നില്ല. ഇത് വെള്ളം കയറുന്നൊരു സ്ഥലമാണ്. എങ്കിൽ പോലും ഈ കുരുമുളക് വിലക്ക് എല്ലാം നമ്മളെ കൃഷി രീതിയിലാണ് ഇത് ഇങ്ങനെ ഇതേ രീതിയിലായി വരുന്നത്. നല്ല വിളവ് കിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇത്രയും തിക്കൻസിൽ ചെടീൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കുരുമുളക് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പം നമ്മളതിൻ്റെ പോഷകങ്ങൾ കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഏത് ചോലൻ്റെ ഉള്ളിലും കുരുമുളക് ഉണ്ടാകും എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മളെ കൃഷി രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏത് തിക്കൻസുള്ള തോട്ടത്തിലും കാപ്പി ആയിക്കോട്ടെ, കുരുമുളക് ആയിക്കോട്ടെ, തെങ്ങ് ആയിക്കോട്ടെ, കവുങ്ങ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഇതേ തിക്കൻസിൽ തന്നെ നമുക്ക് കുരുമുളക് ഉണ്ടായിരിക്കും. അതാണ് എൻ്റെ അഭിപ്രായം. മരം ഏകദേശം 35 അടീൻ്റെ മുകൾക്കുണ്ട്. 35 അടിയിൽ ഫുള്ള് കുരുമുളകായിട്ടുണ്ട്. കുരുമുളകാണ് ഇത്. മുത്തുമണിയാണ് ഇത്. 4-ാം വർഷമാണ്. 35 അടി ഹൈറ്റാണ് ഈ കുരുമുളക്. മുത്തുമണി ഇവിടെ ഒരുപാട് വെറൈറ്റി കുരുമുളകുകളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചായിട്ട് നമ്മളിപ്പോൾ പറിച്ചതിനനുസരിച്ച് കാണിച്ചത്. ഈ ഒരു വെറൈറ്റി, ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് പവിഴമുണ്ടി എന്ന് പറയുന്ന ഒരു ഇനമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു തിരിയുടെ ഒരു വശത്തായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വളവുണ്ട്. അതാണ് ഈ ഒരു കുരുമുളകിൻ്റെ പ്രത്യേകത. ഇവിടെയുള്ള എല്ലാ കുരുമുളകിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത ഉണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഇലകൾക്കായിരിക്കാം, അതല്ലെങ്കിൽ തിരികളുടെ ഷേപ്പിനായിരിക്കാം, അല്ലെങ്കിൽ മണികളുടെ വലിപ്പത്തിലാവാം, അല്ലെങ്കിൽ നമ്മുടെ എരിവിൻ്റെ ബേസിലും ഇത് തികച്ചും വ്യത്യസ്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഒരു കുരുമുളകും കൂടി കാണിച്ചു തരാം. ഇത് 7 വരയൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി കുരുമുളകാണ്. 7 നിരയായിട്ടാണ് ഈ ഒരു കുരുമുളക് ഉണ്ടാവുക. അതായത് ഒരു തിരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും 7 നിരയോ അല്ലെങ്കിൽ 8 നിരയോ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് 7 വരയൻ എന്നാണ്. വളരെ അടുപ്പമുള്ള മണികളാണ്, നല്ല ബോൾട്ടായിട്ടുള്ള മണികളാണ് ഈ ഒരു കുരുമുളകിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഈ കുരുമുളക് നമ്മൾ മെതിച്ചതിന് ശേഷം 3 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടുന്നതാണ്. അപ്പോൾ തന്നെ നല്ല വെയിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതാണ്. നമ്മൾ മുളക് മെതിക്കുന്നതിന് മുമ്പ് ആദ്യം അതിൻ്റെ ഇലകളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ചവിട്ടിയിട്ടാണ് മെതിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് മെതിച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കാനിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കുരുമുളകിൻ്റെ വിശേഷം ഇവിടെ തീരുന്നില്ല. ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി പെപ്കോ ഓഫ് ലാൻഡ് വീണ്ടും എത്തുന്നതാണ്. നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കാം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.